ഹരേ കൃഷ്ണ. ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി, ജൂപ്പിറ്റർ, വ്യാഴം ഇതാ പരിവർത്തനം ചെയ്യാൻ പോകുന്നു. 2025 മെയ് 15 ജൂപ്പിറ്റർ ഗുരു രാശി പരിവർത്തനം ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഈ രാശി പരിവർത്തനം മേടം രാശിക്കാർക്ക് എന്തെല്ലാം ചേഞ്ചസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരുമെന്ന് നോക്കാം. വീഡിയോ എൻഡ് വരെ കാണുക. വീഡിയോയിലെ ലാസ്റ്റിൽ ഒരു വാസ്തു ടിപ്പ് കൊടുക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ നാള് നക്ഷത്രം കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്, ദയവായി പോയി കാണണം. മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. അപ്പോൾ ഗുരുവിൻ്റെ രാശി പരിവർത്തനം വളരെ മഹത്വപൂർണ്ണമാണ്. എന്തെന്നാൽ ഒരു വർഷത്തിന് ശേഷമാണ് ഗുരു രാശി പരിവർത്തനം ചെയ്യുന്നത്. രാഹുവും കേതു 18 മാസങ്ങൾക്ക് ശേഷം രാശി പരിവർത്തനം ചെയ്യുന്നു. അതുപോലെ ശനി മഹാരാജ് 2.5 വർഷം കഴിഞ്ഞാണ് രാശി പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവചനം ചന്ദ്രരാശിയെ ആധാരമാക്കിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ കേൾക്കുക. ഗുരു മേടരാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത്. ഗുരു 2nd ഹൗസിൽ നിന്നും 3rd ഹൗസിലേക്കാണ് പ്രവേശനം. ഇപ്പോൾ ഗുരു ഇരിക്കുന്നത് 2nd ഹൗസിൽ ആണ്. അത് മെയ് 15 ആണ് അത് 3rd ഹൗസിലോട്ട് ചേഞ്ച് ആകുന്നത്. 3rd ഹൗസിൽ ഗുരുവിൻ്റെ ദൃഷ്ടി 7ാം ഹൗസും 9ാം ഹൗസും 11ാം ഹൗസിലോട്ടും ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നറിയാം. ഗുരുവിൻ്റെ ദൃഷ്ടി 7ാം ഹൗസിൽ പതിക്കുമ്പോൾ നിങ്ങൾക്ക് മാരേജ്, ഡെയിലി ഇൻകം, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല സമയം തന്നെയാണ്. മാരേജ് ഇതുവരെയും ചെയ്യാത്തവരോ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നവരാണെങ്കിലും അവരുടെ എല്ലാം സമയം ഇപ്പോൾ നല്ലതായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നിലവിലൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നല്ല ഒരു പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ട്രാൻസ്ഫറോ അതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ എക്സ്ട്രാ ഒരു ഇൻകം വരുന്നതിനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട്. പാർട്ട്ണർഷിപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല സമയമാണ്. പിന്നെ ഗുരുവിൻ്റെ ദൃഷ്ടി 9ാം ഹൗസ് എന്ന് പറയാം ഭാഗ്യത്തിൻ്റെ, നിങ്ങളുടെ അച്ഛൻ്റെ, നിങ്ങളുടെ ലോങ് ട്രാവൽസ്, നിങ്ങൾ കുറേ നാളായിട്ട് ലോങ് ട്രാവൽസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് നിങ്ങൾക്കത് നടക്കുന്നില്ല. പക്ഷേ ഈ സമയം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനകം നിങ്ങൾ അത് നടന്നിരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. 11ാം ഹൗസ് അത് പ്രോഫിറ്റ്, ഇൻകം, ആഗ്രഹങ്ങളുടെ സഫലീകരണം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ നിങ്ങൾ കാത്തു സൂക്ഷിച്ച സ്വപ്നങ്ങൾ എന്തെങ്കിലും നടക്കാതെ ഉണ്ടെങ്കിൽ അതിതാ പൂർത്തീകരിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ജോലി ചെയ്താലും അതിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടുകയും നിങ്ങളുടെ ഇൻകം ഡബിൾ ഇൻകം നിങ്ങൾക്ക് വരികയും ചെയ്യുന്നു. എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തേക്ക് എല്ലായിടത്തും നല്ല പ്രോഫിറ്റുകൾ കിട്ടും. 3rd ഹൗസിൽ വരാൻ പോകുന്ന ഗുരു സാഹസത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും നിങ്ങളുടെ ഫുൾ എനർജിയുടെയും നിങ്ങളുടെ ഫുൾ സ്റ്റാമിന എടുത്ത് നിങ്ങൾ ജോലി ചെയ്യുകയും ചെയ്യും. ചെറിയ യാത്രകളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. 3rd ഹൗസ് ഇതിനുള്ളതാണ്. അപ്പോൾ 3rd ഹൗസിൽ നമ്മുടെ ഗുരു ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം, അതായത് ഗുരു 2nd ഹൗസിലായിരുന്നപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് പ്രോബ്ലമും അതുപോലെ തന്നെ കടം, രോഗം, ശത്രുത ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച് കാണും അല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ 15 മെയ്ക്ക് ശേഷം അതെല്ലാം മാറി ഗുരു നിങ്ങളുടെ 3rd ഹൗസിൽ വന്ന് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യാൻ പോകുന്നു. 3rd ഹൗസിലെ ഗുരു പിന്നെ
സ്പിരിച്വൽ ട്രാവലിംഗ് തീർച്ചയായും നിങ്ങൾക്കിതാ കിട്ടാൻ പോകുന്നു. തീർത്ഥാടനം നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിനകം അത് തീർച്ചയായും നടക്കുകയും ചെയ്യും. 11 ദൃഷ്ടി നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം കൂട്ടും. അപ്പോൾ അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗുരു നിങ്ങളെ കൊണ്ട് നല്ല ഹാർഡ് വർക്ക്, നല്ലതുപോലെ ജോലി ചെയ്യിപ്പിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഇൻകം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പം പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് പ്രൊമോഷൻ തീർച്ചയായും കിട്ടും. അതിനായിട്ടുള്ള നടപടികളൊക്കെ നിങ്ങൾ ചെയ്യുക. എല്ലാവർക്കും അതുപോലെ തന്നെ പുതിയ വേറെ ഡബിൾ ഇൻകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതുവരെയും ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ തുടങ്ങി അതിൻ്റെ ലാഭം നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കൂടി നിങ്ങൾക്കൊരു നല്ലൊരു സമയമാണ് ഈ അടുത്ത ഒരു വർഷത്തേക്ക് വരാൻ പോകുന്നത്, മെയ് 15 മുതൽ. പിന്നെ ഒരു കാര്യം, ശനി 7.5 ശനിയുടെ ആരംഭവുമാണ്. ശനി മഹാരാജാവ് ഇതാ 12ാം ഹൗസിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ 2.5 വർഷക്കാലം ശനി മഹാരാജ് നിങ്ങളുടെ 12ാം ഹൗസിലായിരിക്കും ഇരിക്കുന്നത്. ശനിയുടെ ആദ്യത്തെ 2.5 വർഷത്തെ ആദ്യത്തെ ചരണം, ആദ്യത്തെ ഫേസ് ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. ഒരു പ്ലാനറ്റും നിങ്ങളെ കഷ്ടപ്പെടുത്താനായിട്ടല്ല വരുന്നത്. അപ്പോൾ ശനിയുടെ ദോഷം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് ഉച്ച ശനിയാണോ നീച്ച ശനിയാണോ അതനുസരിച്ചാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുക. ശനി മഹാരാജ് നല്ല കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ജാതകത്തിൽ ശനിയുടെ ജാതകത്തിലെ നിങ്ങളുടെ ജനിച്ച സമയം, ഡേറ്റ്, പ്ലേസ് അതനുസരിച്ചാണ് ഈ പ്ലാനറ്റുകളൊക്കെ നിങ്ങൾക്ക് ഫലങ്ങൾ തരിക. അതുകൊണ്ട് ശനി ദേവ് വന്നെന്നും പറഞ്ഞ് അതിനെപ്പറ്റി പേടിച്ച് ഇരിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ദശാസന്ധി അനുസരിച്ച് നമ്മൾ ഓരോ പ്ലാനറ്റിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ആ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തീർക്കുന്നതിന് നമ്മൾ ചെറിയ ഉപായങ്ങൾ ചെയ്യുന്നത്. ഉപായങ്ങൾ എല്ലാം ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട്, കേൾക്കുക. ശനിദേവ് 12ാം ഹൗസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായ ചില യാത്രകളൊക്കെ വന്നു ചേരുവാനായിട്ട് ഉള്ള യോഗമാണ്. പിന്നെ കുറച്ച് ഫാമിലിയിൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൂടുതലെടുത്ത് അതൊക്കെ ചെയ്യേണ്ട ഒരു അവസരം കൂടി വരും. ശനി എന്ന് പറയുന്നത് അത് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഫലം തരുന്ന ഒരു പ്ലാനറ്റാണ്. അതുകൊണ്ട് ശനി നല്ലതും ചീത്തയും തരുവാനുള്ള കഴിവുണ്ട്. ദരിദ്രനെ രാജാവാക്കാനുള്ള കഴിവ് പോലും ശനിദേവനാണ് ഉള്ളത്. അപ്പോൾ 7.5 ശനിയാണെന്ന് വിചാരിച്ച് ആരും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് അതിനെ വഷളാക്കേണ്ട. ചെറിയ ഉപായങ്ങൾ ഒക്കെ ചെയ്യുക. ഒരു രാശിയിൽ ജനിച്ച് എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കുമല്ലോ ഫലം കിട്ടുന്നത്. അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജാതകം അനുസരിച്ചിരിക്കും. നമ്മുടെ കഴിഞ്ഞ ജന്മ ഫലം അനുസരിച്ചുള്ള പ്രാരാബ്ദങ്ങൾ അത് അനുസരിച്ചാണ് നമ്മുടെ ഈ ജന്മത്തിലെ ജനനം കിട്ടുന്നത്. അപ്പോൾ ആ ജനന സമയത്തെ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമുക്ക് ജാതകത്തിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് കഴിഞ്ഞ ജന്മം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതനുസരിച്ചാണ്, ആ കർമ്മഫലം അനുസരിച്ചാണ് നമ്മുടെ ജന്മം എടുത്തെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എല്ലാവർക്കും സെയിം രാശിയിൽ ജനിച്ച് ചിലർക്ക് നല്ല നിലയിൽ ജീവിക്കുന്നവരുമുണ്ട്, ചിലർക്ക് വളരെ കഷ്ടപ്പാടുകൾ ഉള്ളതുകൊണ്ട്. അതെല്ലാം അപ്പോൾ നമ്മൾക്ക് ഓർക്കണം, നമ്മൾ ആരുടെയും കുറ്റമല്ല, ഒരു പ്ലാനറ്റും നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല. അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ പ്രാരാബ്ധമാണ് നമ്മൾ ഈ ലൈഫിൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ലൈഫ് നമ്മൾ നല്ലതുപോലെ ജീവിക്കുക. അതൊക്കെ മനസ്സിലാക്കി നമ്മളെ ഇത് ചെയ്യാതെ നമ്മൾ അതിൽ നിന്നും പുറത്ത് കടക്കാനുള്ള വഴികളൊക്കെ നോക്കണം. സ്വന്തമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇതെന്താ കെട്ട ജീവിതം അങ്ങനെ ഒന്നും നിങ്ങൾ പഴിക്കാതെ, നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് വിചാരിച്ച് നല്ലപോലെ നാമജപങ്ങൾ കൂട്ടുക. അതിന് ദാനധർമ്മങ്ങൾ, ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെറിയ ഉപായങ്ങൾ ചെയ്യുക. അതാണ് വേണ്ടത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഗുരുവിൻ്റെ ദൃഷ്ടി സ്വന്തം ഹൗസായ 7ാം ഹൗസിലോട്ട് വരുന്നത്. ഇത് വളരെ
വളരെ കുറേ കാലം കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു യോഗം വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു യോഗം വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് പൂജ, വീട്ടിലെ പൂജ, ഹവനൊക്കെ ചെയ്യിപ്പിക്കുക, ഹോമമൊക്കെ ചെയ്യിപ്പിക്കുന്ന അതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലും സ്പിരിച്വാലിറ്റിയിലോട്ട് നിങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു കഴിവും ഇതിന് ഉണ്ട്. 15-ാം തീയതി, മെയ് 15-ാം തീയതി ഗുരുവിൻ്റെ ട്രാൻസിറ്റ്. 18-ാം തീയതി, മെയ് 18-ാം തീയതിയാണ് രാഹുവും കേതുവിൻ്റെയും പരിവർത്തനം. അപ്പോൾ നിങ്ങളുടെ സ്വാമി എന്ന് പറഞ്ഞാൽ മംഗൾ. ഓക്കെ, നിങ്ങളുടെ രാശിയുടെ ഡെയിലി നിങ്ങൾ ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ ശനി മന്ത്രം 108 പ്രാവശ്യം ആഫ്റ്റർ സൺസെറ്റ്, സൂര്യാസ്തമയത്തിന് ശേഷം നിങ്ങൾക്ക് 108 പ്രാവശ്യം ശനി മന്ത്രം, ശനി നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശനി മന്ത്രം നിങ്ങൾക്ക് 108 പ്രാവശ്യം ഡെയിലി ചെയ്യുക. ഹനുമാൻ ചാലീസ നിങ്ങൾ ഡെയിലി ചെയ്യുക. അപ്പോൾ ലാസ്റ്റിൽ പറയാം, നിങ്ങൾക്ക് ജനറൽ പ്രഡിക്ഷനാണിത്. യാത്ര തീർച്ചയായും വരും, പുതിയ റെസ്പോൺസിബിലിറ്റികൾ കിട്ടും, ആഗ്രഹ സാഫല്യം തീർച്ചയായും നടക്കും, നല്ല ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടും, എക്സ്ട്രാ ഒരു ഇൻകം കൂടെ നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, അനുകൂലമായ ട്രാൻസ്ഫർ, എബ്രോഡ് ട്രാവൽ, ഇതെല്ലാം തീർച്ചയായും ഈ ഒരു വർഷത്തിനകം നടന്നിരിക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ പിടിച്ചു നിങ്ങളുടെ വാസ്തു ടിപ്പ്. നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വടക്ക് കോർണർ, അത് ഈശാന കോൺ, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ വരാം? അണ്ടർഗ്രൗണ്ട് വാട്ടർ റിലേറ്റഡ് കാര്യങ്ങൾ എല്ലാം വരാം. അവിടെ സമ്പ് വരാം. പിന്നെ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിൽ ആ സ്ഥലത്ത് വരാം. പിന്നെ നിങ്ങളുടെ ഹാൻഡ് പമ്പൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, പിന്നെ എന്തോ ഉള്ളത്, ബോർവെല്, അതെല്ലാം നിങ്ങൾക്ക് കിഴക്ക് വടക്ക് കോർണർ, ഈശാന കോണിലാണ് വരേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് വരേണ്ട കളറുകൾ അക്വാ ബ്ലൂ എന്ന് പറയുന്ന ലൈറ്റ് ബ്ലൂ കളറ്, ബ്ലാക്ക് കളർ വരാം. അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ കളറായ ലൈറ്റായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡുകളൊക്കെ വരാം, ബ്രൗൺ ഷെയ്ഡ് വരും. ഈ കളറുകളൊക്കെയാണ് അവിടെ വരേണ്ടത് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും കമൻറ്റ് വായിക്കുമ്പോൾ ഒത്തിരി കഷ്ടങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി എല്ലാവർക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. നാമജപം എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും പ്രാർത്ഥിക്കുക. നോൺ വെജ് ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ബ്രഹ്മചര്യം നിങ്ങൾ അത് നോക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്.